വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ UKGയിലെ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. നമ്മുടെ ലെസൺസ് ഒക്കെ തീർന്നായിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് ചെറിയൊരു വർക്ക്ഷീറ്റ് നോക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദ ബോർഡ്. മേക്ക് മീനിങ്ഫുൾ വേർഡ്സ് ഫ്രം ദ സെറ്റ്സ് ഓഫ് ലെറ്റേഴ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഇതുപോലെ ചോദിക്കും ചിലപ്പോൾ. Make meaningful words from the sets of letters. അതായത് ഇവിടെ കണ്ടോ, ഒരു സെറ്റ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ ലെറ്റർ ഏതാണെന്ന് നോക്കി. ടി അല്ലേ? ഇത് പി എച്ച്. ഇപ്പുറം തന്നിരിക്കുന്നത് നോക്കി, ഇ എൻ അല്ലേ? ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലെറ്ററും ഇതും കൂടെ കൂട്ടിച്ചേർത്ത് മീനിങ്ഫുൾ വേർഡ്സ്, അതായത് ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ടാക്കണം. എങ്ങനെ എഴുതുന്നത് നോക്കാവേ. ആദ്യം ഈ സൈഡിലുള്ള ഈ ലെറ്റർ എഴുതുക. കണ്ടോ, ടി. അതിൻ്റെ കൂടെ ഇതൂടെ ചേർത്ത് എഴുതുക, ഇ എൻ. കൂട്ടി വായിക്കുമ്പോൾ എന്താ? TEN, 10 അല്ലേ? 10 നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 10 1 2 3 പഠിച്ചിട്ടില്ലേ? 10. ഇനി അടുത്ത നോക്കിയേ, പി. അടുത്ത ലെറ്റർ ഏതാണ്? പി. അപ്പോൾ ആ പി എഴുതുക. അതിനോട് കൂടി ഈ രണ്ട് ലെറ്റേഴ്സ് ചേർത്ത് എഴുതുക. അപ്പം നമുക്ക് എന്ത് കിട്ടി? PEN, പെൻ അല്ലേ? പെൻ. ഇനി അടുത്ത ലെറ്റർ ഏതാണ്? എച്ച്. എച്ച് എഴുതുക. ഈ രണ്ട് ലെറ്റർ ചേർത്ത് എഴുതുക, HEN, ഹെൻ അല്ലേ? അപ്പൊ കണ്ടോ, മീനിങ്ഫുൾ ആയ 3 വേർഡ്സ് നമുക്ക് കിട്ടി. TEN, ടെൻ, PEN, പെൻ, HEN, ഹെൻ. ഇവിടെ വേറൊരു സെറ്റ് കൂടെ ഉണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് ചെയ്യാം. നോക്കിയേ, ഇവിടെ ഏത് ലെറ്ററാണ് കിടക്കുന്നത്? വി അല്ലേ? അതിൻ്റെ കൂടെ ഈ ലെറ്റേഴ്സ് ചേർത്ത് എഴുതുക, VAN, വാൻ. അടുത്തത് നോക്കിയേ, എഫ് അല്ലേ? FAN, ഫാൻ. അടുത്ത ലെറ്റർ എം. അതിൻ്റെ കൂടെ ഇതൂടെ ചേർത്ത് എഴുതുക, MAN, മാൻ. ഉണ്ടോ? വാൻ, ഫാൻ, മാൻ അല്ലേ? നമുക്ക് 3 വേർഡ്സ് കിട്ടി. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതുപോലെ ചോദിക്കും. എളുപ്പമല്ലേ ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല അല്ലേ? ഇപ്പുറത്തെ കിടക്കുന്ന ആ ലെറ്ററും അതിൻ്റെ അടുത്ത സൈഡിൽ തന്നിരിക്കുന്ന ലെറ്റേഴ്സും കൂടെ ചേർത്ത് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ കുറച്ച് വേർഡ്സ് ഇടയ്ക്കുന്ന ചില ലെറ്റേഴ്സ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, D-G. ഇത് ഏത് വേർഡാ? ഡോഗ് എന്നുള്ള വാക്കാ അല്ലേ? അപ്പോൾ ഇവിടെ ഏതാ വിട്ടുപോയ? ഡോഗിന്റെ സ്പെല്ലിംഗ് എന്താ? DOG അല്ലേ? അപ്പോൾ O ആണ് ഇവിടെ വിട്ടുപോയത്, DOG, ഡോഗ്. അടുത്തത് C-T. ഇത് ഏത് വേർഡാണ്? ക്യാറ്റ്. അപ്പോൾ ഇവിടെ വിട്ടുപോയത് CAT, A ആണ് വിട്ടുപോയത്. അടുത്ത് നോക്കിയേ, ഹെൻ. ഹെന്നിന്റെ സ്പെല്ലിംഗ് എന്താ? HEN, ഹെൻ. അപ്പോൾ ഇവിടെ വിട്ടുപോയത് E. നോക്കിയേ, അടുത്ത വേർഡ് കോംബ്. നമ്മൾ കോംബ് എന്ന് പറയുന്ന വേർഡ് പഠിച്ചില്ലേ? കോംബ്. അതിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? COMB അല്ലേ? അപ്പൊ ഇവിടെ വിട്ടുപോയത് O. അടുത്തത് ഹൗസ്. ഹൗസിന്റെ സ്പെല്ലിംഗ് HOUSE, ഹൗസ്. അടുത്ത നോക്കിയേ, ബൈസൈക്കിൾ. ബൈസൈക്കിളിന്റെ സ്പെല്ലിംഗ് BICYCLE, ബൈസൈക്കിൾ. അപ്പൊ നോക്കിയേ, DOG, ഡോഗ്, CAT, ക്യാറ്റ്, HEN, ഹെൻ, COMB, കോം, HOUSE, ഹൗസ്, BICYCLE, ബൈസൈക്കിൾ. നിങ്ങൾക്ക് എക്സാമിന് തരുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം പിക്ചർ കൂടെ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് എളുപ്പമാണ്. ഏത് പിക്ചറാണെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ വേർഡ് ഏതാണെന്ന്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്പെല്ലിങ് നന്നായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. നമുക്ക് ടെക്സ്റ്റിലെ വർക്ക്ഷീറ്റ് ഒന്ന് നോക്കാവേ.
നോക്കിയേ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ടിക്ക് ദ കറക്റ്റ് വേർഡ്സ്. ഇവിടെ 2 വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ടിക്ക് ചെയ്യണം. നോക്കിയേ, ഇത് എന്താ ഇത് തന്നിരിക്കുന്നത്? കപ്പ് അല്ലേ? അപ്പോൾ കപ്പിൻ്റെ സ്പെല്ലിങ് എന്താ? CAP ആണോ CUP ആണോ? CAP എന്നതാ? ക്യാപ്പ് അല്ലേ? CUP ആണ് കപ്പ്. അപ്പോൾ താഴെയാണ് അല്ലേ എ കപ്പ് CUP. അപ്പോൾ ഇവിടെ ഈ കോളത്തിൽ ടിക്ക് ചെയ്യുക. അടുത്ത നോക്കിയേ, ഹൗസ്. ഹൗസിൻ്റെ സ്പെല്ലിങ് ഇപ്പോൾ ടീച്ചർ ബോർഡെ പഠിപ്പിച്ചില്ലേ? HOUSE ഹൗസ്. താഴെ തന്നിരിക്കുന്ന വേർഡ് നോക്കിയാൽ അത് ഏതാ? HORSE. അതെന്താ അത്? ഹോഴ്സ്. ഇപ്പോൾ രണ്ടും തമ്മിൽ തെറ്റിപ്പോകരുത് നിങ്ങൾക്ക്. ഹൗസ് HOUSE, ഹോഴ്സ് HORSE. അപ്പോൾ ഈ ഹൗസ് ഇത് ടിക്ക് ചെയ്യുക. അടുത്ത നോക്കിയേ, ജഗ്. ജഗ് താഴെ തന്നിരിക്കുന്ന വേർഡ് മഗ്. ഇതെന്താ? ഈ പിക്ചർ എന്താ? മഗ് അല്ലേ? അപ്പോൾ MUG മഗ്. താഴെ ഉള്ള കോളത്തിൽ ടിക്ക് ചെയ്യുക. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് യൂസിങ് yes or no. yes or no വെച്ച് ആൻസർ ചെയ്യാൻ. ഈസ് ദിസ് എ ഹെൻ? ഇതൊരു ഹെന്നാണോ? ആണോ? അല്ല അല്ലേ? ഇത് ഡക്കല്ലേ? അപ്പോൾ ഇവിടെ എന്താ എഴുതണ്ടേ? നോ, ഇറ്റ് ഈസ് നോട്ട്. ഇവിടെ നോ എന്ന് എഴുതണം. NO, നോ. ഈസ് ദിസ് എ ഹാറ്റ്? ഇതൊരു ഹാറ്റാണോ? അതെ അല്ലേ? യെസ് ഇറ്റ് ഈസ്. അപ്പോൾ ഇവിടെ എസ് എന്ന് എഴുതണം. ഈസ് ദിസ് എ ടോപ്പ്? ഇതൊരു ടോപ്പാണോ? അല്ല. ഇത് ടോപ്പാണോ? അല്ല, ടാപ്പാ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? നോ എഴുതണം. നോ, ഇറ്റ് ഈസ് നോട്ട്. ഇനി ബിഗ് സ്മോളും എഴുതാനാ. ദിസ് ബോൾ ഈസ്. ഈ ബോൾ, ഈ 2 ബോൾ നിങ്ങൾ കണ്ടോ? ഇത് ബിഗ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ബിഗ് എന്ന് എഴുതണം. ഇവിടെ സ്മോള്. ഇപ്പോൾ ടീച്ചർ ബോർഡിൽ നിങ്ങളെ പഠിപ്പിച്ചാണ് മീനിങ് ഫുൾ വേർഡ്സ് ഉണ്ടാക്കാനായിട്ട്. കണ്ടോ എങ്ങനെയാണെന്ന് ടീച്ചർ കാണിച്ചില്ലേ? അതുപോലെ നിങ്ങൾ ഇവിടെ എഴുതുക അല്ലേ? ഈ ലെറ്ററും ഇതും കൂടെ ചേർത്ത് എഴുതുക. അതുപോലെ ഇത് രണ്ടും അതുപോലെ ചെയ്യണം കേട്ടോ. അടുത്തത് ഓൺ, ഇൻ, അണ്ടർ, നിയർ. അത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എ ഗേൾ ഡാഷ് എ കാർ. ഗേൾ എവിടെയാ? കാറിൻ്റെ അകത്താണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? ഇൻ. എ ഗേൾ ഇൻ എ കാർ. എ ബുക്ക് ഓൺ എ ടേബിൾ. ഓൺ അല്ലേ? എ ക്യാറ്റ് അണ്ടർ എ ചെയർ. അണ്ടറാണ് ഇവിടെ എഴുതേണ്ടത്. എ മാൻ ഡാഷ് എ കാർ. അപ്പോൾ ഇവിടെ എന്താ വരണ്ടേ? നിയർ വരും അല്ലേ? അരികിലല്ലേ നിൽക്കുന്നത്? അടുക്കൽ. അപ്പോൾ നിയർ. ഇത് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആണ്. ഇപ്പോൾ ടീച്ചർ ബോർഡിൽ നിങ്ങളെ കാണിച്ചു തന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ അത് ഇവിടെ എഴുതുക. ഉണ്ടോ? ഡോഗ്, ക്യാറ്റ്, ഹെൻ, കോം, ഹൗസ്, ബൈസൈക്കിൾ. ഇതിൻ്റെ വിട്ടുപോയ സ്പെല്ലിങ്ങുകൾ ഇവിടെ ഫില്ല് ചെയ്യുക. നമുക്ക് ചെറിയൊരു റൈമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ടീച്ചർ ആദ്യം അതൊന്ന് പാടാം. ചുക് 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 ചുക്. ഗുഡ് മോർണിംഗ് മിസ്സിസ് ഹെൻ. ഹൗ മെനി ചിക്കൻസ് ഹാവ് യു ഗോട്ട്? മാം, ഐ ഹാവ് ഗോട്ട് 10. 4 of them are yellow and 4 of them are brown and 2 of them are black and red, the nicest in the town. നിങ്ങൾ ഈ പിക്ചർ കണ്ടോ? അതിലെന്താ? ഒരു ഹെൻ അല്ലേ? ഹെന്നും ഉണ്ട്, കുറേ ചിക്കൻസും അല്ലേ? ചിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോഴിക്കുഞ്ഞുങ്ങൾ അല്ലേ? കുറേ കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലേ? കുറേ ചിക്സ് ഉണ്ട്. അപ്പോൾ നോക്കിയാൽ അതിനോട് ചോദിക്കണം, ഗുഡ് മോർണിംഗ് മിസ്സിസ് ഹെൻ. ഈ ഒരു കുട്ടി ഈ കോഴിയോട് ചോദിക്കുകയാണ്, ഹൗ മെനി ചിക്കൻസ് ഹാവ് യു ഗോട്ട്? നിനക്ക് എത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ടെന്ന്. അപ്പോൾ കോഴി എന്താ പറഞ്ഞേ? മാം, ഐ ഹാവ് ഗോട്ട് 10. ഉണ്ടോ? ഈ പിക്ചറിൽ എണ്ണി നോക്കി അറിയാം അല്ലേ? 10 എണ്ണം ഉണ്ട് അല്ലേ? എനിക്ക് 10 കുഞ്ഞുങ്ങളുണ്ട്. ഇനി അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ അമ്മ പറയുക. 4 of them are yellow. കണ്ടോ? 4 of them are yellow. ഈ 10ൽ 4 എണ്ണം എന്ത് കളറാ? യെല്ലോ. കണ്ടോ നിങ്ങൾ? യെല്ലോ കളറാ. ആൻഡ് 4 of them are brown. പിന്നെ അടുത്ത കുറച്ച് 4 എണ്ണം എന്ത് കളറാ? ബ്രൗൺ അല്ലേ? 4 പേര് യെല്ലോ കളറ്, പിന്നെ 4 പേര് ബ്രൗൺ. ആൻഡ് 2 of them are black and red. പിന്നെ
എത്ര എണ്ണം ഉണ്ട്? പിന്നെ 2 എണ്ണം കൂടി ഉണ്ട് അല്ലേ? അത് 2 ഓഫ് ദം. അതിൽ ഒരെണ്ണം ബ്ലാക്കും ഒന്ന് റെഡും. ദ നൈസസ്റ്റ് ഇൻ ദ ടൗൺ. ഈ ടൗണിലേക്ക് വെച്ച് ഏറ്റവും നൈസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കണ്ടോ. മാം, ഐ ഹാവ് ഗോട്ടൻ 4 ഓഫ് ദം ആർ യെല്ലോ ആൻഡ് 4 ഓഫ് ദം ആർ ബ്രൗൺ ആൻഡ് 2 ഓഫ് ദം ആർ ബ്ലാക്ക് ആൻഡ് റെഡ്. ദ നൈസസ്റ്റ് ഇൻ ദ ടൗൺ. ഓക്കെ, ഇപ്പം എല്ലാവരും ഈ വർക്ക്ഷീറ്റും ഒക്കെ ചെയ്ത് ഈ റൈമും ഒക്കെ നന്നായിട്ട് പാടിയൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.